സോ മറക്കരുത്, ഇന്ന് 6:30 to 8 o'clock 6:30 മുതൽ 8 മണി വരെയുള്ള സമയം ഏറ്റവും വൈസ് ആയിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. കാരണം ഇനി ഇതുപോലത്തെ ഒരു ഇവന്റ് ആകാശത്ത് സംഭവിക്കുന്നത്, ഇതുപോലത്തെ ഒരു അലൈൻമെന്റ് സംഭവിക്കുന്നത് 2040-ലാണ്. അത്ര വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. സോ ഇന്ന് ആ ഒരു ഡേ ആണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു അലൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് ആകാശത്ത് നോക്കിയാൽ കാണാം. അതാണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. പിന്നീട് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത് വീഡിയോ നേരത്തെ കാണാന്നുള്ളത്, അല്ലെ? ഹേയ് മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി. ഇന്നലെ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. പക്ഷെ ഇന്നലെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കോൾഡ് ആണ്, സൗണ്ട് ഒക്കെ ഏകദേശം പോയിരിക്കുകയായിരുന്നു. സോ ഇത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അർജന്റ് ആയിട്ട് ചെയ്യുന്നത്. ഇന്ന് 28 ഫെബ്രുവരി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. എനർജറ്റിക്കലി ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില അലൈൻമെന്റ് ആകാശത്ത് സംഭവിക്കുന്നുണ്ട്. എന്താന്നല്ലേ, 7 പ്ലാനറ്റ്സ് അഥവാ 7 ഗ്രഹങ്ങള് ആകാശത്ത് ഒരേ റീജിയനിൽ ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ്. ആ ഒരു അലൈൻമെന്റ് സംഭവിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എനർജറ്റിക്കലി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ദിവസമാണ്. കാരണം ഇനി ഇതുപോലത്തെ ഒരു ഇവന്റ് ആകാശത്ത് സംഭവിക്കുന്നത്, ഇതുപോലത്തെ ഒരു അലൈൻമെന്റ് സംഭവിക്കുന്നത് 2040-ലാണ്. അത്ര വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. സോ ഇന്ന് ആ ഒരു ഡേ ആണ്. സോ ഇന്നത്തെ ദിവസത്തിന് അത്ര ഒരു പ്രത്യേകതയുണ്ട്. ഐ എം റിയലി സോറി, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് നിങ്ങളടുത്ത് ഇത് ഷെയർ ചെയ്യുന്നത്. കാരണം ഇന്നലെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 7 പ്ലാനറ്റ്സ് ഒരേ റീജിയനിൽ വരുന്നത് എന്നുള്ളത്. മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ ആണ് നമുക്കിതുപോലെ ഒരേ റീജിയനിൽ അവർ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത്. ഇതില് വീനസ്, മാർസ്, ജൂപ്പിറ്റർ ആൻഡ് മെർക്കുറി, അതായത് ശുക്രൻ, ചൊവ്വ, വ്യാഴം, ബുധൻ, ഇത് നമുക്ക് നോർമലി ആകാശത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ബൈനാക്കുലറോ അല്ലെങ്കിൽ ടെലിസ്കോപ്പോ ഒന്നും വേണ്ട. എസ്പെഷ്യലി നമ്മൾ കുറച്ചുകൂടി വില്ലേജ് സൈഡിലൊക്കെ പോകുന്ന സമയത്ത്, ടൗൺഷിപ്പ് എന്നൊക്കെ ഒന്ന് മാറിയിട്ട് അധികം വെളിച്ചൊന്നും ഇല്ലാത്ത ഓരോ പ്ലേസിലൊക്കെ പോയി വളരെ കാമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അത് കാണാൻ സാധിക്കും. ഇതിൽ ബാക്കിയുള്ള യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ നമുക്ക് ടെലിസ്കോപ്പ് വഴിയോ അല്ലെങ്കിൽ ബൈനാക്കുലർ വഴിയോ ഒക്കെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് 5 ഗ്രഹങ്ങൾ നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേ സ്കൈ റീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഇന്ന് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അലൈൻഡ് ആവുന്നത് കൊണ്ട് തന്നെ, ഈ ഒരു 7 ഗ്രഹങ്ങള് ഒരുമിച്ച് ഒരേ റീജിയനിൽ വരുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് കുറെ കാലത്തിന് ശേഷം നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് നമ്മളുടെ വൈബേ ഡിഫറെന്റ് ആണ്, അല്ലെ? നമ്മളുടെ വൈബ് ഉണ്ടാവും, അവരുടെ വൈബ് ഉണ്ടാവും, അവരുടെ ഓരോരുത്തരുടെ വൈബ് ഉണ്ടാവും, അല്ലെ? സോ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കാം നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെ? സോ അതുപോലത്തെ ഒരു എനർജിയാണ് ആകാശത്തും സംഭവിക്കുന്നത്. എനർജറ്റിക്കലി അത് നമ്മളെല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതാണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. പിന്നീട് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത് വീഡിയോ നേരത്തെ കാണാന്നുള്ളത്, അല്ലെ? സോ ഗ്രാബ് എ പെൻ ആൻഡ് പേപ്പർ, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി സംഭവിക്കുന്ന ഒരു ദിവസമാണ്. ആൻഡ് വളരെ അപൂർവമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അത്, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു അലൈൻമെന്റ് ആണ്. സോ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും യൂസ് ചെയ്യാം. ഓക്കെ, ഇന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് മാത്രം എന്നുള്ളതല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം, എഴുതി വെക്കുക. കഴിയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. ആൻഡ് എഴുതി വെച്ച് അത് വിഷ്വലൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് റിയൽ ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ സെൽഫായിട്ട് കൊടുക്കുക. ഇനി അതെല്ലാം നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു ഒറ്റ കാര്യം നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ ഏത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതിന്റെ ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആയിരിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ ദിവസം അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു അലൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് ആകാശത്ത് നോക്കിയാൽ കാണാം. ഇത് ആവശ്യമുള്ള ആളുകൾക്ക് കൂടെ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. സോ മറക്കരുത്, ഇന്ന് 6:30 to 8 o'clock 6:30 മുതൽ 8 മണി വരെയുള്ള സമയം ഏറ്റവും വൈസ് ആയിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷന്റെ കൂടെ മെഡിറ്റേറ്റ് ചെയ്യാം, ജേർണൽ എഴുതാം, വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട്
വളരെ കണക്റ്റഡ് ആയിട്ട് ആൻഡ് നിങ്ങളും നിങ്ങളുടെ ആഗ്രഹമായിട്ട് അലൈൻഡ് ആയിട്ട് നിങ്ങൾക്കും തോന്നണം. നിങ്ങളും എനർജറ്റിക്കലി എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളും അതിലേക്ക് കണക്റ്റഡ് ആണ്, ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളും നിങ്ങളുടെ ആഗ്രഹമായിട്ട് ആ ഒരു അലൈൻഡ് ആയിട്ട് വരാൻ മാക്സിമം വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക. സോറി, എന്റെ സൗണ്ടിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് 2 മാർച്ച്, അതായത് വരുന്ന സൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് എന്താണെന്ന് അറിയാത്ത ചില ആളുകളുണ്ട്. നമ്മൾ 21 ഡേയ്സ് 5 AM ഏർലി മോർണിംഗ് 5 AM ആണ് നമ്മളുടെ എല്ലാ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. and അതിന്റെ കൂടെ നമുക്ക് വീക്ക്ലി സെഷൻ ഉണ്ടാവും. സോ നമ്മൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയൊക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി നമുക്ക് വീക്ക്ലി സെഷൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. സ്റ്റുഡന്റ്, നിങ്ങൾ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെഷനിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഏത് ഏജ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 500 rupees ആണ് എൻറ്റയർ കോഴ്സ് ഫീ. സോ ക്യാഷ് ഇല്ല, ക്യാഷ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കും ജോയിൻ ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല. ലൈഫിൽ തന്നെ ഒരു ബെറ്റർ ലൈഫ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ, ലൈഫ് സ്റ്റൈലിലേക്കൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഓർ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. സോ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് വേണം നിങ്ങളെ പുഷ് ചെയ്യാൻ. കാരണം നിങ്ങൾ എന്റെ അടുത്ത് മാത്രമല്ല സംസാരിക്കുന്നത്, നിങ്ങൾ ഒരു ടീമിന്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ വേൾഡിന്റെ പല ഭാഗത്തു നിന്നായിട്ട് പല മലയാളികൾ ജോയിൻ ചെയ്യുന്ന സെഷനാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടീമിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ മാറ്റം വേണം, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം, നിങ്ങൾക്കൊരാളുടെ ഹെൽപ്പ് വേണം, മെന്റലി ഇമോഷണലി പുറത്തേക്ക് വരാൻ, നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ ഹാബിറ്റ്സിലായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ജോയിൻ. കാരണം ഇത് നമ്മുടെ 5th ബാച്ച് ആണ്. നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പുമായി കണക്ട് ചെയ്യാം. നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഒരുപാട് ഉയർത്താൻ, നിങ്ങളുടെ തോട്ട്സ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നിങ്ങളുടെ ചിന്തകളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നിങ്ങൾ ഇമോഷണലി സ്ട്രെങ്തൻ ചെയ്യാൻ, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ഡിസൈർസ് അച്ചീവ് ചെയ്യാൻ, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ട്രോമ, നിങ്ങൾ എന്തൊക്കെയാണോ ബ്ലോക്ക് ചെയ്യുന്നത് അതൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ, അതൊക്കെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം, അതിന്റെ കൂടെയൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളൊരു ടീമിന്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ കൂടെ പോകുന്നത്, അല്ലെ? സോ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാനൊക്കെ സാധിക്കും. 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റിനെ പറ്റി പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു 21 ഡേയ്സിൽ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു മരം നടുന്നത് പോലെയാണ്, അല്ലെങ്കിൽ വളരെ ഫലപുഷ്ടമായിട്ടുള്ള ഒരു മരത്തിന്റെ വിത്ത് മണ്ണില് നടാണ് നമ്മൾ. ആ ഒരു 21 ഡേയ്സ് അത് നട്ട് വളർത്തുന്ന ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും വളവും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്നതാണ്. സോ ഈ ഒരു 21 ഡേയ്സിൽ നമുക്കറിയാം, നമ്മളൊരു വിത്ത് നടുന്ന സമയത്ത് അത് മുള പൊട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്സിനുള്ള നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ്. അതുപോലെ ഈ ഒരു 21 ഡേയ്സിൽ നിങ്ങൾക്ക് മിറാക്കുലസ് ആയിട്ട് തോന്നുന്ന എക്സ്പീരിയൻസ്, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ ലൈഫിലെ മാറ്റങ്ങൾ ഈ ഒരു 21 ഡേയ്സിൽ അവസാനിക്കുന്ന കാര്യമല്ല. ശരിക്കും അത് തുടങ്ങാൻ പോകുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, ഒരു വൃക്ഷം നമ്മൾ നടുന്ന സമയത്ത് അത് പിടിച്ചു കഴിഞ്ഞാൽ, അത് മണ്ണിൽ വേരുറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള മാറ്റമാണ്, അല്ലെ? സോ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് അപ്പോഴും ഉണ്ടാവും. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ ഇതുവരെ അല്ലെങ്കിൽ ഇതിനു മുൻപ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ വീക്കായിട്ട് നിന്നത്, എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടുള്ളത്, അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് ഒരു എൻറ്റയർലി ഷിഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് റീസെന്റ് ആയിട്ട് ഫസ്റ്റ് ബാച്ചിലെ ഒരാള് ശ്രുതി എനിക്ക് അയച്ചു തന്നിട്ടുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക് ആണ്. അവർ വളരെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ബാച്ച് ഒരുപാട് കാലം മുൻപാണ് ചെയ്യുന്നത്, നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് 5th ബാച്ച് ആണ്. സോ ഇപ്പോഴും അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ ഒരു റിസൾട്ട് അവർക്ക് ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ മരം നട്ട് അതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മളെ എല്ലാ സീസണിലും ലൈഫ് ലോങ് നമുക്കത് കിട്ടും എന്ന് പറയുന്നത് പോലെ. സോ യു ക്യാൻ ഓൾസോ ജോയിൻ.